Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. സങ്കീർത്തനം 119:89 കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വചനമായ ദൈവം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഹനങ്ങളിലൂടെ കുരിശുമരണത്തിലൂടെ മാനവരാശിക്ക് രക്ഷ നൽകി. അവൻ ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം അവൻ വീണ്ടും സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു, സ്വർഗത്തിലേക്ക് പോയി. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. വചനമായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മാനവരാശിക്ക് രക്ഷ തന്നിട്ട് അവൻ വീണ്ടും തിരിച്ചുപോയി. പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സുസ്ഥാപിതമാണ്. അങ്ങയുടെ പുത്രനായ ക്രിസ്തു, വചനമായ ക്രിസ്തു, അവൻ സ്വർഗത്തിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഒന്ന് സ്തുതിക്കാമോ? മനുഷ്യ ഹൃദയങ്ങളുടെ മേൽ വചനം കടന്നു പോവട്ടെ. രോഗത്തിന്റെ മേൽ വചനം കടന്നു പോവട്ടെ. ഇവരെ ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടപിശാച് വിട്ടൊഴിയട്ടെ. മത്തായി 4:10 സാത്താനെ ദൂരെ പോകുക, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാനായിട്ട് പാടുള്ളൂ. ഹല്ലേലൂയ. മത്തായി 16:19 പത്രോസേ, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ദൈവജനത്തിന്റെ മേൽ പിശാചിട്ടിരിക്കുന്ന ചങ്ങലകൾ തകർത്തു പ്രാർത്ഥിക്കുന്നു. കരമടിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. വചനശക്തിയിൽ രോഗങ്ങൾ വിട്ടുമാറട്ടെ. വചനശക്തിയിൽ ദുഷ്ടപിശാച് വിട്ടുമാറട്ടെ. വചനശക്തിയിൽ ശാപത്തിന്റെ ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ. എൻ്റെ പേര് ലൗലി ജോയി, വീട്ടുപേര് വഴക്കുഴ, സ്ഥലം കൂട്ടിക്കൽ. ഞാൻ ആദ്യമായിട്ട് ചിറ്റടിയിൽ പ്രാർത്ഥിക്കാൻ വന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. എനിക്ക് സ്ഥിരമായ ഒരു ജോലിയില്ലായിരുന്നു. എനിക്ക് സ്ഥിരമായ ഒരു ജോലിയില്ലെങ്കിൽ എൻ്റെ വീട് പുലരുകയില്ല. കാരണം എൻ്റെ ഭർത്താവ് 17 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. എനിക്ക് നല്ല സ്ഥിരമായൊരു ജോലിയൊന്നും ഇല്ലായിരുന്നു. KG സെക്ഷനിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ മധ്യ പ്രദേശിൽ പഠിപ്പിക്കാൻ പോയി. അപ്പോൾ എൻ്റെ കൊച്ചിനെ +2 കഴിഞ്ഞ് പോളിടെക്നിക്കിന് ചേർക്കാൻ വേണ്ടി ഞാൻ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഒത്തിരി എടുത്ത് അപേക്ഷ കൊടുത്തെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയില്ല. അപ്പോൾ സെപ്റ്റംബർ 8-ാം തീയതി ലൂണാറിൽ ഞാൻ അതിനു മുമ്പ് അപേക്ഷ കൊടുത്തായിരുന്നു. അപ്പം സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ കൊച്ചു പള്ളിയിൽ പോയപ്പം ഞാൻ അച്ഛനെ കൊണ്ടൊന്ന് വിളിച്ചു പറയിപ്പിക്കാൻ വേണ്ടി കൂട്ടിക്കപ്പള്ളിയിലെ വികാരി അച്ഛൻ്റെ കയ്യിൽ ഫോൺ നമ്പർ കൊച്ചിൻ്റെ കൊടുത്തു വിട്ടിട്ട് വന്നു. എൻ്റെ ഭർത്താവിൻ്റെ 3ാമത്തെ പെങ്ങൾ എന്നും പറയുമായിരുന്നു, ലവലിക്ക് സ്ഥിരം ജോലി കിട്ടും, ചിറ്റടിയിലൊന്ന് പോയി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 8-ാം തീയതി ചിറ്റടിയിൽ വന്നു. അച്ഛൻ അന്ന് ഫോൺ വിളിച്ചു. അപ്പോൾ സെപ്റ്റംബർ 12-ാം തീയതി ബുധനാഴ്ച 10 മണിക്ക് എന്നോട് ലൂണാറിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ലൂണാറിൽ ജോലി ചെയ്യുകയാണ്. ദൈവത്തിന് നന്ദി. Oh Jesus, you are my Lord.